മറ്റൊരു വാർത്തയിലേക്കാണ്. ISROയുടെ LVM-3M6 വിക്ഷേപണം ഇന്നാണ്. LVM-3യുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് ഇത്. ISROയുടെ ഏറ്റവും വലിയ വാണിജ്യ ദൗത്യങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഇന്ത്യയുടെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഗഗൻയാൻ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിനും ഇത് സഹായകമാകും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണ പാഡിൽ നിന്നും രാവിലെ 8:54 വിക്ഷേപണം നടക്കുന്നത്. ISROയുടെ LVM-3M6 വിക്ഷേപണമാണ് ഇന്ന് നടക്കുന്നത്. LVM-3യുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് ഇത്. ISROയുടെ ഏറ്റവും വലിയ വാണിജ്യ ദൗത്യങ്ങളിൽ ഒന്നാണ് ഇത്. കൂടാതെ ഇന്ത്യയുടെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഗഗൻയാൻ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിനും ഇത് സഹായകരമാകും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണ പാഡിൽ നിന്നും രാവിലെ 8:54 വിക്ഷേപണം. ISROയുടെ LVM-3M6 വിക്ഷേപണം ഇന്ന് നടക്കും. ISROയുടെ ഏറ്റവും വലിയ വാണിജ്യ ദൗത്യങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഇന്ത്യയുടെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഗഗൻയാൻ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിനും ഇത് സഹായകരമാകും. ISROയുടെ LVM-3M6 വിക്ഷേപണമാണ് ഇന്ന് നടക്കുക. LVM-3യുടെ മൂന്നാം വാണിജ്യ വിക്ഷേപണ ദൗത്യമാണിത്. ISROയുടെ ഏറ്റവും വലിയ വാണിജ്യ ദൗത്യങ്ങളിൽ ഒന്നാണ് ഇത്. കൂടാതെ ഇന്ത്യയിലെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഗഗൻയാൻ ദൗത്യത്തിനുള്ള തയ്യാറെടുപ്പിനും ഇത് സഹായകമാകും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ രണ്ടാം വിക്ഷേപണ പാഡിൽ നിന്നും രാവിലെ 8:54 വിക്ഷേപണം നടക്കുന്നത്.